ഞങ്ങൾ അരയി ഗവൺമെൻറ് യു.പി. സ്കൂളിലെ 35ഓളം കുട്ടികളെയും കൊണ്ട് ആനന്ദാശ്രമം സന്ദർശിക്കാൻ വന്നതാണ്. ഇവിടുത്തെ അന്തരീക്ഷം തന്നെ കുട്ടികളുടെ മനസ്സിൽ വല്ലാത്തൊരു ശാന്തി സമാധാനവും അവരുടെ ഉള്ളിൽ വളർത്താൻ സഹായിച്ചു എന്നുള്ളത് വലിയൊരു പോസിറ്റീവായിട്ട് ഞങ്ങൾ കാണുന്നു. ടീച്ചേഴ്സ് ഞങ്ങളിപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പ് ഇതിനെക്കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ. കുട്ടികളുടെ ചുറ്റുപാട് എപ്പോഴും അവരിൽ നല്ല ചിന്തകൾ ഉണർത്തുവാനുള്ള ഒരു പരിതസ്ഥിതി ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ ഒരു നല്ല കാര്യമാണെന്ന് ഈ ഒരു സന്ദർശനത്തിലൂടെ ഞങ്ങൾക്ക് ബോധ്യമായി. കുട്ടികളിവിടെ വന്ന ശേഷം ആശ്രമ അന്തരീക്ഷം ചുറ്റി കാണാനുള്ള സൗകര്യം ഇവിടുത്തെ അധികാരികൾ സൗകര്യമൊരുക്കിയിരുന്നു. അത് കുട്ടികളിൽ വല്ലാത്തൊരു ഊർജം പകർന്നു എന്നുള്ളതാണ് സത്യം. കാരണം കുട്ടികൾ ദിനംപ്രതി കാണുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറി ചുറ്റുപാടും പലതരത്തിലുള്ള മരങ്ങളും ചെടികളൊക്കെ വളർന്നു നിൽക്കുന്ന വഴികളിലൂടെ കുട്ടികളെ നടത്തി കൊണ്ടുവന്നു. അതിനുശേഷം വളരെ ഉപകാരപ്രദമായ ക്ലാസ്സുകൾ ഇവിടുന്ന് കിട്ടി. കുട്ടികളിലെ മാതൃസ്നേഹം, അതുപോലെ പരിസര സ്നേഹം, ചുറ്റുപാടുമുള്ള പ്രകൃതിയോടുള്ള സ്നേഹം, ഇതൊക്കെ വളർത്തിയെടുക്കാൻ ഈ ഒരു ക്ലാസ്സിലൂടെ സാധിച്ചു എന്നുള്ളത് വളരെയധികം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കൃതജ്ഞതയേകുന്നതാണ്. തുടർന്നും ഇത്തരത്തിലുള്ള ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓരോ നിമിഷവും അതിൻ്റെ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളതൊക്കെ കുട്ടികൾ പറയും. നന്ദി, നമസ്കാരം. ാണ് നമ്മളിന്ന് വന്നത്. നമ്മൾ 33 കുഞ്ഞളും ടീച്ചേഴ്സ് എല്ലാം കൂടെ വന്നതാണ്. ആശ്രമം കണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് മരങ്ങളെക്കുറിച്ചും കുട്ടികൾക്കുള്ള നാടിൻ്റെ ഒരു പ്രകൃതിയുടെ ദൃശ്യങ്ങൾ കാണാനുള്ള ഒരു അനുഭവം, പ്രകൃതിയെ നന്നായിട്ട് അറിയാനുള്ള ഇത് എല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു മാതൃസ്നേഹത്തിൻ്റെയും പ്രകൃതി സ്നേഹത്തിൻ്റെ എല്ലാം നല്ലൊരു ക്ലാസ് കിട്ടി. പിന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, വീടുകളിൽ കുഞ്ഞുങ്ങൾ എടുക്കേണ്ട കുഞ്ഞു സഹായങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തം, കടമകൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ കുട്ടികൾക്ക് ഇതിലൂടെ പറ്റി. ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു ആശ്രമത്തിലേക്ക് വരാൻ പറ്റിയത് നല്ലൊരു ആയി കണക്കാക്കുന്നു. ഇവിടെ നമ്മളെ കൊണ്ടുവന്നത് വളരെ നന്നായിരുന്നു. പ്രകൃതിയെ അറിഞ്ഞ് നമ്മൾ പഠിച്ചു. നമ്മൾ എന്നിൽ നിന്ന് നമ്മളിലേക്ക് എന്നീ ഭാഗങ്ങൾ അങ്ങനെ ഒരുപാട് പരിചയപ്പെട്ടു. ഒരുപാട് കഥകൾ കേട്ടു. നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കഥകളായിരുന്നു നമുക്ക് ടീച്ചർമാർ ഇവിടെ നിന്ന് പറഞ്ഞു തന്നത്. ഒരുപാട് അറിവുകൾ ഇവിടെ നിന്ന് നമുക്ക് ലഭിച്ചു. അതിനാൽ ഞാൻ മാഷിനോടും ടീച്ചറോടും എല്ലാവരോടും നന്ദി പറയുന്നു. 5ാം ക്ലാസ് പഠിക്കുന്നു. ശ്രീധര മാഷിയാണ് എനിക്കിന്ന് ക്ലാസ് എടുത്തത്. എനിക്ക് മാഷിൻ്റെ ക്ലാസ് വളരെ ഇഷ്ടപ്പെട്ടു. ഈ അന്തരീക്ഷമെല്ലാം നല്ല ഇതായിട്ടുണ്ട്. കുടുംബത്തിലെങ്ങനെ ഒരു ഇത് നല്ല പാങ്ങിൽ ആക്കാന്നുള്ളത് സമാധാനത്തിൻ്റെ എല്ലാമാണ് മാഷിന്ന് നമുക്ക് ക്ലാസ് എടുത്തത്. എനിക്ക് ക്ലാസ് വളരെ ഇഷ്ടമാണ്. ഓരോ കാർഡുകളും ഇഷ്ടം. എന്തിനീ അമ്മേനെ ദൈവ സമാന പറയും? എന്തിനീ അമ്മന ദൈവ സമാന പറയും? എന്തിനീ ബഹുമാനിക്കണം? അമ്മേനെ എന്തിനീ ബഹുമാനിക്കണം? അമ്മേനെ എന്തിനെ ബഹുമാനിക്കണം? അമ്മേനെ ആദ്യം എന്തുകൊണ്ട് പറയുന്നു? മാതാപിതാ ഗുരു ദൈവം. അപ്പൊ എന്തുകൊണ്ട് അമ്മേനെ നമ്മൾ ആദ്യം പറഞ്ഞു? എന്താണ് അമ്മേനെ പ്രത്യേകത? എഴുതാം. പെട്ടെന്ന് നിങ്ങളെ പോയിന്റ് മാത്രം. എന്താണ് നിങ്ങൾ അമ്മേനെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും കാരണം? ചർച്ച ചെയ്തിട്ട് എഴുതാം. 5 ആൾക്ക് 5 അഭിപ്രായം ഉണ്ടാവും അല്ലെ? 5 എഴുതാം. മനസ്സിലായ? പോയിന്റ് എഴുതുന്നു. എന്തുകൊണ്ട് നിങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നു? മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുമ്പോൾ ആദ്യം മാതാവ്, അമ്മ. എന്തുകൊണ്ട് അമ്മേനെ പേര് ആദ്യം? പെട്ടെന്ന് ഏറ്റവും കൂടുതൽ പോയിന്റ് എഴുതിയവരാണ്
അതിന്റെ അഭിപ്രായം ഉണ്ടാവാൻ അമ്മേനെ എന്തുകൊണ്ട് നമ്മൾ സ്നേഹിക്കാൻ ആദ്യം അമ്മേനെ പേര് പറയും അല്ലെ? നമ്മൾ ആദ്യം കാണുന്നത് അമ്മേനെയല്ലേ അല്ലെ? അപ്പൊ എന്താണ് ആദ്യം നമ്മൾ പറഞ്ഞപ്പോൾ കാണുന്നത് അമ്മേനെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ മറ്റാരും കാണുന്നു. മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ പറയുന്നത്. അല്ലെ? ചെറിയൊരു കാര്യം അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ 11ാമത്തെ രാഷ്ട്രപതി ആരാധന 11ാമത്തെ APJ അബ്ദുൽ കലാം കേട്ടിട്ടുണ്ടോ? അദ്ദേഹമാണ് നമ്മളെ 11ാമത്തെ രാഷ്ട്രപതി അല്ലെ? അദ്ദേഹം എവിടെ ജനിച്ചെന്നൊക്കെ അറിയോ? അറിയോ? തമിഴ്നാട്ടിലെ ഇന്നത്തെ രാമേശ്വരം കേട്ടിട്ടുണ്ടോ? രാമേശ്വര അമ്പലം കേട്ടിട്ടുണ്ടോ? അതായത് ആ രാമേശ്വര അമ്പലത്തിന്റെ അടുത്താണ് അദ്ദേഹം ജനിച്ചത്. 5 മക്കളായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മക്കും ഉപ്പാവും. അവർക്ക് 5 മക്കളായിരുന്നു. ഏറ്റവും ഇളയ ആളായിരുന്നു ആര്? APJ അബ്ദുൽ കലാം. ഇത് കഴിക്കും കൂടെ വേണം കേട്ടോ. ഞാൻ പറയുന്ന സമയത്ത് ഇത് കഴിക്കും വേണം. ഇപ്പൊ പ്രശ്നമില്ല. ഇത് സാറ് വന്ന് ക്ലാസ് എടുത്തിട്ട് എന്നെ കഴിക്കാം കേട്ടാ. അതിനൊരു കഥയിൽ എന്താ കാര്യം വെച്ചാൽ അങ്ങനെ ഈ APJ അബ്ദുൽ കലാം ഞാൻ പറഞ്ഞു ജനിച്ചത് തമിഴ്നാട്ടിൽ നമ്മുടെ രാമേശ്വരം ക്ഷേത്രത്തിന്റെ അടുത്താണ് അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ രാമേശ്വരം ക്ഷേത്രം അല്ലേ? കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ 5 മക്കളില് ഏറ്റവും ഇളയ ആളാണ് ആര്? APJ അബ്ദുൽ കലാം. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടില് നമുക്കെല്ലാവർക്കും അറിയാലോ, പണ്ട് കാലത്ത് അച്ഛനും അമ്മേനെ പറഞ്ഞിട്ട് ഭയങ്കര ദാരിദ്ര്യമായിരുന്നു അല്ലെ? കുട്ടാനും ഇടാനും ഒന്നും ഇതുപോലെ ഡ്രസ്സോ കാര്യങ്ങളോ ഭക്ഷണമോ ഒന്നും ഇതുപോലെ തിന്ന് പറയാനൊന്നും ഒന്നുമില്ല. മനസ്സിലായോ? അന്നത്തെ കാലത്ത് ഭയങ്കര ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല. ഭക്ഷണമൊന്നും ഇല്ലാത്തൊരവസ്ഥ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഉടുപ്പും അതുപോലെ ഒരു ഉടുപ്പല്ലേ ഉണ്ടാവുള്ളൂ. നമ്മളെ കേട്ടിട്ടുണ്ടോ? നമ്മളെ പാട്ടുകാരനെ വലിയ ഗാനഗന്ധർവൻ യേശുദാസുകാരനെ പറ്റി ഉണ്ടാവും. നമ്മളെ ഗാനഗന്ധർവൻ അല്ലേ? അദ്ദേഹത്തിന് വരെ ദാരിദ്ര്യമായിരുന്നു. മനസ്സിലായ? അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം വളരെ ദാരിദ്ര്യത്തിലായിരുന്നു. അപ്പോ അദ്ദേഹം എടുത്തു കൊണ്ടാൽ എപ്പോഴും വെള്ള ഡ്രസ്സിൽ തന്നെ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം കളർ ഡ്രസ്സ് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന് വെള്ള ഷർട്ടും വെള്ള മുട്ടേ കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടായിരിക്കും? ഊർജ്ജം തരുന്നത് എങ്ങനെയാണ് അത് ആ ഏർപ്പാട്? എങ്ങനെയാണ്? ഇതിപ്പോ ഒരു കൃത്യമാണ്. എങ്ങനെയാണ് ഊർജ്ജം തരുന്നത്? പ്രകാശ സംശ്ലേഷണം. എന്താ ഈ പ്രകാശ? നിങ്ങൾ മലയാളം മീഡിയാണോ അല്ലേ? ശരി. അപ്പൊ എന്താ പ്രകാശ സംശ്ലേഷണം? ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ. ഏറ്റവും ആദ്യം പ്രാഥമികമായി ആഹാര നിർമ്മാണം നടക്കുന്നത് ചെടികളിലാണ്. ഈ ചെടികളിൽ ആഹാര നിർമ്മാണം നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഊർജ്ജം കിട്ടുന്നത്, നമുക്ക് വേണ്ടുന്ന ശക്തി കിട്ടുന്നത്. അതെങ്ങനെ നമുക്ക് കിട്ടിയിട്ട് ചെടികളിൽ ആഹാരം പാചകം ചെയ്യുമ്പോൾ നമുക്ക് ഓക്സിജൻ കിട്ടുന്നു. അങ്ങനെ കുറച്ച് ഊർജ്ജം കിട്ടും. ഭക്ഷണം ചെടിയിൽ നമുക്ക് മാത്രം ആ ആദ്യമായി ഊർജ്ജം പാചകം നടക്കുന്ന ഇലകളിലാണ്, ചെടികളിലാണ്. ആ ചെടികളിൽ ഉണ്ടാക്കുന്ന ധാന്യങ്ങളും അല്ലെങ്കിൽ ഇലകളും ഒക്കെ കഴിച്ചിട്ടാണ് അതിന്റെ ഊർജ്ജമാണ് നമുക്ക് കിട്ടിയത്. ആ ഊർജ്ജം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നത്, ഊർജ്ജം കിട്ടുന്നത്. എനിക്ക് നിങ്ങളെ കാണാനാവുന്നത്, എനിക്ക് എന്റെ നാവ് ചലിക്കുന്നത്, എന്റെ കൈ ചലിക്കുന്നത്, നിങ്ങൾക്ക് എന്നെ കാണാനാവുന്നത് ഏത് ഊർജ്ജം ഉള്ളത് കൊണ്ടാണ്? സൂര്യനിൽ നിന്നുള്ള ഊർജ്ജമാണ്. സൂര്യനും ഏതോ ഒരു ശക്തി നമുക്കറിയാത്ത, ഇനിയും അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു ശക്തി നമ്മളറിയാം. നമ്മൾ കണ്ട സൂര്യനെ മാത്രമാണ്. അതുകൊണ്ടാണ് സൂര്യനും എനർജി കൊടുത്ത, ഊർജ്ജം കൊടുത്ത ഒരു ശക്തി ഉണ്ടാവുമല്ലോ അല്ലെ?